ജെഇ എക്സാമിൻ്റെ സെഷൻ 2 ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ട്, നിങ്ങളുടെ കറക്ഷൻ വിൻഡോയും ഓപ്പൺ ആയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിലൊന്നാമത്തേത് അപ്ലിക്കേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 4-ാം തീയതി മാർച്ച് 4-ാം തീയതി രാത്രി 10:50 വരെ രജിസ്ട്രേഷൻ പോസിബിൾ ആണ്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി ഫീ അടയ്ക്കാനുള്ള സമയം അതേ ദിവസം, അതായത് മാർച്ച് 4-ാം തീയതി രാത്രി 11:50 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ളവർക്കുള്ള അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇതാണ്. ഇനി രജിസ്റ്റർ ചെയ്തവർക്കുള്ള കറക്ഷൻ പർട്ടിക്കുലർ. കറക്ഷൻ തുടങ്ങുക മാർച്ച് 6-ാം തീയതിയാണ്. മാർച്ച് 6, മാർച്ച് 7 തീയതി, മാർച്ച് 7-ാം തീയതി രാത്രി 11:50 കറക്ഷൻസ് കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് കറക്ഷൻ പറ്റൂല. ഇത് വൺ ടൈം ചാൻസ് ആണ്, പിന്നെ നിങ്ങൾക്ക് ചാൻസ് തരൂല. എന്തൊക്കെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് ഇതിൻ്റെ പിന്നാലെ അവർ ഒരു അനക്സർ കൂടി തന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പോൾ പറയാം. അതിൽ ആദ്യത്തെ കാറ്റഗറി നോക്കുക, എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്. അതായത് ഓൾറെഡി സെഷൻ 1-നും സെഷൻ 2-നും അപ്ലൈ ചെയ്ത എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റിനുള്ള കറക്ഷൻ ഫെസിലിറ്റി എന്താണെന്ന് നോക്കിയാൽ, അലൗ ടു എഡിറ്റ് ഓർ മോഡിഫൈ. ഈ പറഞ്ഞ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ്, അതായത് പേപ്പർ BE, BTech അല്ലെങ്കിൽ B പ്ലാനിങ്, അങ്ങനെ ഏതാണോ വേണ്ടത് അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, മാറ്റാം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമായിട്ടോ ഇംഗ്ലീഷും മലയാളവും ചേർത്തോ അങ്ങനെ വേണമെങ്കിലും എടുക്കാം, മാറ്റണമെങ്കിൽ മാറ്റാം. പിന്നെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി മാറ്റാം. നിങ്ങളുടെ എക്സാം സിറ്റീസിൻ്റെ ഓപ്ഷൻസ് മാറ്റാം. അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ൻ്റെയോ +2ൻ്റെയോ ഡോക്യുമെൻ്റ് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ കൊടുത്തപ്പോൾ എന്തെങ്കിലും തെറ്റിയെങ്കിൽ അത് മാറ്റണമെങ്കിൽ മാറ്റാം. നിങ്ങളുടെ കാറ്റഗറി മാറ്റാം. ഇനി ഇതൊക്കെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് എന്തെങ്കിലും ബാധകമാണെങ്കിൽ ആ ഫീ പേ ചെയ്യുകയും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മുമ്പ് കൊടുത്തപ്പോൾ SC എന്നാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കുറവാണ്. ഇപ്പോൾ നിങ്ങൾ ജനറൽ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഫീസ് നിങ്ങൾ ബാക്കി അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഫീ പേ ചെയ്യണമെങ്കിൽ അത് ചെയ്യുകയും വേണം. ഇതാണ് എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റിനുള്ള നോട്ടിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ കാറ്റഗറി. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ സെഷൻ 1-ന് അപ്ലൈ ചെയ്തിരുന്നു, സെഷൻ 2-ന് അപ്ലൈ ചെയ്തിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, മുമ്പ് ഞാൻ ആദ്യത്തെ കാറ്റഗറിയിൽ പറഞ്ഞ പോലെ സെഷൻ 1-ൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ സെഷൻ 2-നോട് ചേർത്താണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഈ മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങളാണ്. കോഴ്സ്, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി, എക്സാമിനേഷൻ സെൻറ്റർ, ഇങ്ങനെ നിങ്ങൾ ഈ സെഷൻ 2 അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെഷൻ 1-ൽ സെഷൻ 2 ആഡ് ചെയ്തവരെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സെഷൻ 1 ചെയ്തപ്പോൾ 1 മാത്രം ചെയ്തവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ സെഷൻ 2 ആഡ് ചെയ്യാം. ഈ കാര്യങ്ങളും എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെഷൻ 2-ന് മാത്രം അപ്ലൈ ചെയ്തവരാ. ആദ്യ രണ്ട് കാറ്റഗറി സെഷൻ 1-ൽ അപ്ലൈ ചെയ്തു, സെഷൻ 2-ന് കൂടി ചേർത്ത് ആദ്യം തന്നെ അപ്ലൈ ചെയ്ത ഒരു കാറ്റഗറി. സെഷൻ 1 അപ്ലൈ ചെയ്തപ്പോൾ 1 മാത്രം അപ്ലൈ ചെയ്യുകയും ഇപ്പോൾ സെഷൻ 2 അപ്ലൈ ചെയ്ത രണ്ടാമത്തെ കാറ്റഗറി. ഇത് സെഷൻ 1 അപ്ലൈ ചെയ്യാത്ത, പുതിയതായി സെഷൻ 2-ൽ മാത്രമായിട്ട് പുതിയതായിട്ട് വന്ന കുട്ടികൾക്കുള്ളതാണ് മൂന്നാമത്തേത്. ഇവർക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റിച്ചാൽ, ഇവർക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നോട്ട് ബി അലൗഡ് ടു ചേഞ്ച്. ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് എന്താണ്? നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, പ്രസന്റ് അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽ, ഫോട്ടോഗ്രാഫ് ഓഫ് കാൻഡിഡേറ്റ്, ഇത്രയും സാധനം മാറ്റാൻ പറ്റൂല. ഇനി ഈ പറയുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മാറ്റാം. നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. മൂന്നാമത്തെ സെഷൻ ക്യാൻ ചേഞ്ച് ഓൾ ദ ഫോളോവിങ് ഫീൽഡ്. ഇതെല്ലാം നിങ്ങൾക്ക് തിരുത്താം. ഏതൊക്കെ? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, 10th +2 ഡീറ്റെയിൽ മാറ്റാം. ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാം. ജെൻഡർ, കാറ്റഗറി, സബ് കാറ്റഗറി, ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത്, സിഗ്നേച്ചർ, പേപ്പർ, ഏത് പേപ്പറാണ് എക്സാം എഴുതുന്നത്, അതൊക്കെ നിങ്ങൾക്ക് മാറ്റാം. അതൊക്കെ പെർമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സിറ്റി അതേപോലെ മീഡിയം ഓഫ് എക്സാമിനേഷനും മാറ്റാം അക്കോർഡിംഗ് ടു ദ പെർമനന്റ് ഓർ പ്രസന്റ് അഡ്രസ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സോ പ്രസന്റ് അഡ്രസ്സോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂല. നിങ്ങൾക്ക് അഡ്രസ്സ് മാറ്റാൻ പറ്റൂല. ആ അഡ്രസ്സിലുള്ള സെൻറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, പ്രസന്റ് അഡ്രസ്സ് അല്ലെങ്കിൽ പെർമനന്റ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെൻറ്ററുകളെല്ലാം കേരളത്തിലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലൂടെ സെൻറ്റർ ആഡ് ചെയ്യാം. കാരണം ഓൾറെഡി നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് എക്സാം സിറ്റി ചൂസ് ചെയ്യാം. അതനുസരിച്ച് മീഡിയം ഓഫ് എക്സാം. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ എക്സാം സിറ്റി പുതുതായിട്ട് ചൂസ് ചെയ്യുന്നൊരു കുട്ടിക്ക് മലയാളം ചൂസ് ചെയ്താൽ കേരളത്തിലും ലക്ഷദ്വീപിലും മാത്രമേ കിട്ടൂ. നേരെ തിരിച്ച് അത് തമിഴ്നാട്ടിൽ മലയാളത്തിൽ ക്വസ്റ്റ്യൻ കിട്ടൂല. അപ്പോൾ മീഡിയം ഓഫ് എക്സാമിനേഷനും എക്സാം സിറ്റിയും നിങ്ങൾക്ക് മാറ്റാം. അത് ചേഞ്ച് ചെയ്യാം അക്കോർഡിംഗ് ടു ദ അഡ്രസ്, നിങ്ങളുടെ അഡ്രസ്സിനനുസരിച്ച്. ഓക്കെ, ഓൾറെഡി പറഞ്ഞു. ഏതെങ്കിലും ഒക്കെ ഇപ്പോൾ നമ്മൾ കാറ്റഗറി മാറ്റുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്താണ്, അഡീഷണലി നമ്മൾ ഫീ പേ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് മുമ്പ് എബ്രോഡ്
ഓപ്ഷൻ വെക്കാൻ വിട്ടുപോയ കുട്ടികളാണ്, അവരുടെ പെർമനന്റോ അല്ലെങ്കിൽ പ്രസന്റ് അഡ്രസ്സോ എബ്രോഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അഡീഷണലി ഫീ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഫീ പേ ചെയ്യേണ്ടി വന്നാൽ ഫീ പേ ചെയ്താലേ നിങ്ങളുടെ കറക്ഷൻ വാലിഡ് ആവൂ, അതും ശ്രദ്ധിക്കുക. ഇനിയൊരു ചാൻസ് കറക്ഷൻ വേണ്ടി തരുന്നതല്ല, ഈ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ നോട്ടിഫിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ എൻഡിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.